എന്താണ് ആകെ ഒരു ക്ഷീണമാണല്ലോ? എന്റെ ബിഗ് ബി 2 മണിക്കൂർ 50 മിനിറ്റ് നിന്നില്ല, അതിന്റെ ഒരു ക്ഷീണമാണ്. എന്താണ് ബസ്സിൽ വല്ലയിടത്തും പോയാ? ഞാൻ നിന്ന കാര്യമല്ല, ബജറ്റ് അവതരിപ്പിക്കാൻ നിന്നില്ലേ, അതിന്റെ ഒരു ക്ഷീണത്തിലാണെന്ന്. ധനകാര്യമന്ത്രി നിന്നത് അത് തന്നെ. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ബജറ്റ്? ബജറ്റ് കൊള്ളാം, പൊതുവെ നല്ല നിലവാരം പുലർത്തി. അതായത് ഒരു 20 FT നിഫ്റ്റിയില് ഒരു നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വെച്ച് നോക്കുമ്പോൾ ഒരു ആളോഹരി വരുമാനത്തിൽ ഒരു ശരാശരി വർധനമുണ്ടെന്നാണ് പൊതുവേ ഉള്ളൊരു കണ്ടുപിടുത്തം. ഒപ്പം തന്നെ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വലുതാകുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഈ പറയണത്? എന്റെ ബിഗ് ബി, ഞാനൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഒരു അവലോകനത്തിൽ കൂടി. നമുക്ക് അത്രയും സാമ്പത്തിക ശാസ്ത്രം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ചില സാധനങ്ങൾക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. അതെ, പാദരക്ഷയ്ക്ക് വില കുറഞ്ഞു. എന്ത് പറയുന്നു? അതായത് ചെരുപ്പിന് വില കുറഞ്ഞത്. അതെ. എന്റെ ബിഗ് ബി, ഇലക്ഷനൊക്കെ ആകാറായി. സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ രാഷ്ട്രീയക്കാർ യാത്ര നടത്തും. സ്വാഭാവികമായിട്ട് ചെരുപ്പ് തയ്യും. അപ്പൊ ചെരുപ്പിന് വില കുറച്ചത് നന്നായില്ലേ? എടേ, അതവിടെ നിൽക്കട്ടെ, ഐസിന് വില കുറച്ച്, അതിനെ കുറിച്ച് എന്ത് പറയണം? പിന്നെ നിത്യോപയോഗ സാധനമാണല്ലോ ഐസ്. കേരളത്തിലെ ജനങ്ങൾ 4 പേര് ഐസ് നിന്നിട്ടാണല്ലോ ജീവിക്കണത്. അങ്ങനെ പറയരുത്, മലയാളിക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ് ഐസ്. ഒഴിക്കണ സാധനത്തിൽ ഐസ് വേണം, പക്ഷെ അതിന് വില കൂട്ടിയല്ല. ഇനി അതൊക്കെ പോട്ടെ, അവിലിന് വില കുറച്ചില്ലേ? എന്തിനാണ് കരുതിയാണത്? എന്തിനാണ് അവിലിന് വില കുറച്ചത്? കുചേലനായിട്ട് ഡൽഹിക്ക് കെട്ടിപ്പൊതിച്ച് പോകാൻ വേണ്ടിയാണത്. അതെന്തിനാണ്? ധനസഹായം കിട്ടാൻ, അല്ലാതെ പിന്നെ എന്തിന്? അപ്പൊ വളരെ വേണ്ടപ്പെട്ട സാധനങ്ങൾക്കൊക്കെ വില കുറച്ചിട്ടുണ്ട് ഒരു വിധത്തില്. അപ്പൊ തുടങ്ങ ഇന്നത്തെ തുടങ്ങിയില്ലേ? അപ്പൊ വെള്ളരിക്ക പട്ടണത്തിന്റെ ബഡ്ജറ്റ് ഇവിടെ അല്ല, ഈ ആഴ്ചയിലെ പരിപാടികൾ ഇവിടെ തുടങ്ങുന്നു. വളച്ചൊടിച്ച വാർത്തകളും ബിഗ് ബി മുരുകനും ഒക്കെയായി ഇനി അടുത്ത 4 മണിക്കൂർ. ഇത് റേഡിയോ മാംഗോ 91.9, നാട്ടിലെങ്ങും പാട്ടായി.